ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ മിസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനും അതിനു വേണ്ട സൊല്യൂഷൻസ് അറിയാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ ടോപ്പിക്കിലോട്ട് വരാം. നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യണമെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ 11 തവണ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് പറയുക. ഇനി പറയുന്നതിനേക്കാൾ ചില ആളുകൾക്ക് എഴുതുമ്പോഴായിരിക്കും ഒന്നുകൂടി ഫീൽ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഴുതിയാലും പ്രശ്നമില്ല. എഴുതുകയാണെങ്കിലും പറയുകയാണെങ്കിലും 11 തവണയാണ് ഈ സെൻറ്റൻസ് ചെയ്യേണ്ടത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതാണ് സെൻറ്റൻസ് എന്നുള്ളത് പറയാം. ആദ്യം നിങ്ങൾ മിസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ പേര് എന്താണെന്നുള്ളത് തീരുമാനിക്കുക. മനസ്സിലായോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൈന എന്നാണ് ആ വ്യക്തിയുടെ പേരെങ്കിൽ കൈന ഈസ് മിസ്സിങ് മീ റൈറ്റ് നൗ എന്നുള്ളതാണ് സെൻറ്റൻസ്. കൈന ഈസ് മിസ്സിങ് മീ റൈറ്റ് നൗ. അഥവാ കൈന ഇപ്പോൾ എന്നെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം, അല്ലേ? കൈന ഇപ്പോൾ എന്നെ മിസ് ചെയ്യുന്നു. മലയാളത്തിൽ എഴുതേണ്ട ആളുകൾക്ക് അങ്ങനെ എഴുതാം, മലയാളത്തിൽ പറയേണ്ട ആളുകൾക്ക് അങ്ങനെ പറയാം. 11 തവണയാണ് ചെയ്യേണ്ടത്. രാവിലെ അല്ലെങ്കിൽ രാത്രി ഏതെങ്കിലും ഒരു നേരം ചെയ്താൽ മതി. ടോട്ടൽ ചെയ്യേണ്ടത് എത്ര ദിവസമാണ്? 11 ദിവസമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ പേരിൻ്റെ അവിടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേരെന്താണോ അത് മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വേർഡ് കൂടി നിങ്ങൾ യൂസ് ചെയ്യണം. താങ്ക് യു എന്നുള്ള വേർഡ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ കൈന ഈസ് മിസ്സിങ് മീ റൈറ്റ് നൗ താങ്ക് യു. ആ താങ്ക് യു എന്ന് പറയുന്ന സമയത്ത് ഒരു സ്മൈലോട് കൂടിയിട്ട് വേണം താങ്ക് യു എന്ന് പറയാൻ. കൈന ഈസ് മിസ്സിങ് മീ റൈറ്റ് നൗ താങ്ക് യു. ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് വേണം പറയാൻ. എഴുതുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സെൻറ്റൻസ് എഴുതുക, ഒപ്പം തന്നെ താങ്ക് യു എന്ന് എഴുതുക. ആ താങ്ക് യു എഴുതുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ആ ഒരു പോസിറ്റീവ് വൈബ്രേഷനോട് കൂടിയിട്ട് താങ്ക് യു എന്നുള്ളത് എഴുതുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. പക്ഷേ ഒരു 11 ദിവസം ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടും. അവർ തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യും, നിങ്ങളെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിക്കും, നിങ്ങളെ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ അതൊരു കാരണമായി തീരും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ വരുന്ന ചെറിയൊരു ടിപ്പാണ് ഇപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം ഷെയർ ചെയ്യാനുള്ളത്, നമുക്കൊരു ലൈവ് പ്രോഗ്രാം ഈ വരുന്ന ഡിസംബർ 19-ാം തീയതി എറണാകുളത്ത് വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, അത് ഫിനാൻഷ്യൽ പ്രോബ്ലം ആണെങ്കിലും, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിലും, ലൈഫിൽ ഇപ്പോൾ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലോ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതിനെ പരിഹരിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരിശീലന പരിപാടി സഹായകരമായി തീരും. കാരണം ഈ പ്രോഗ്രാമിൽ A to Z എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാനും അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ മറ്റൊരു ബെനിഫിറ്റ്. ലൈവ് പ്രോഗ്രാമാണ്. നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാം, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തരാം. അപ്പോൾ പങ്കെടുക്കാൻ പറ്റുന്ന ആളുകളെല്ലാം പങ്കെടുക്കുക. വരുന്ന ഡിസംബർ 19-ാം തീയതി എറണാകുളത്ത് വെച്ചാണ് നടക്കുന്നത്. നിങ്ങൾ വരും എന്നുറപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സീറ്റ് കൺഫേം ചെയ്യാം, വിളിച്ച് ബുക്ക് ചെയ്യുക. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച്. നമസ്തേ.